നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. പ്രധാന വാർത്തകൾ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്ര മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി തെളിമയ്ക്ക് തുടക്കമായി. വിവിധ പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ നടത്തുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പി കരുണാകരൻ എം പി നിർവഹിച്ചു. വർഗീയ ഫാസിസത്തിനും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ സിപിഐഎം പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. കാത്തിരിപ്പിന് വിരാമമായി. കണ്ണപുരം റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജ് യാത്രക്കാർക്ക് സമർപ്പിച്ചു. വർണ്ണവിസ്മയം തീർത്ത് KKR വെങ്ങരയുടെ വർണ്ണവിസ്മയം ദ ഗ്രാവിറ്റി. വ്യത്യസ്തവും അപൂർവവുമായ ചിത്രങ്ങളുടെ പ്രദർശനം തിങ്കളാഴ്ച മുതൽ ഗാന്ധി പാർക്കിൽ നടക്കും. പയ്യന്നൂർ ആർട്സ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച ഉത്തര കേരള അമേച്വർ നാടക മത്സരം അരങ്ങ് 2016 സമാപിച്ചു. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്ര മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി തെളിമയ്ക്ക് തുടക്കമായി. വിവിധ പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ നടത്തുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പി കരുണാകരൻ എം പി നിർവഹിച്ചു. ഗാനരചയിതാവും കവിയുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. കരിവള്ളൂർ പെരളം, കാങ്കോലാലപ്പടമ്പ, എരമംകുറ്റൂർ, പെരിങ്ങോം വയക്കര, ചെറുപുഴ, കുഞ്ഞിമംഗലം, രാമന്തളി എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജനപങ്കാളിത്തത്തോടെ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ആവശ്യമായ മാലിന്യ സംസ്കരണ ഉപാധി സ്ഥാപിക്കുന്നതിലൂടെയും പ്ലാസ്റ്റിക് വേർതിരിച്ച് സംസ്കരിക്കുന്നതിലൂടെയും റോഡുകളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യ നിക്ഷേപം തടയുന്നതിലൂടെയും 2 വർഷത്തിനകം സമ്പൂർണ്ണ ശുചിത്വ പ്രദേശമാക്കി മാറ്റാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ജനങ്ങളുടെ മനോഭാവത്തിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിന് അനുകൂലമായ മാറ്റമുണ്ടാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ഊന്നൽ. എല്ലാ കുടുംബങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഉറവിട മാലിന്യ സംസ്കരണത്തിന് പൈപ്പ് കമ്പോസ്റ്റ്, ബയോഗ്യാസ് പ്ലാന്റ്, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് പ്രൊജക്ട് തയ്യാറാക്കൽ, പ്രവൃത്തി പരിശോധിക്കുന്നതിന് ജനകീയ കമ്മിറ്റി രൂപീകരണം തുടങ്ങി വിപുലമായ രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി വിഹിതം, ജില്ലാ ശുചിത്വ മിഷൻ ഗ്രാന്റ്, ഗുണഭോക്തൃ വിഹിതം എന്നീ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് പദ്ധതി തയ്യാറാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം പി കരുണാകരൻ എം പി നിർവഹിച്ചു. സംബന്ധിച്ചിടത്തോളം ഈ മാലിന്യ പ്രശ്നം പഴയ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ വീടുകൾ കുറവായിരുന്നു, ആളുകൾക്ക് കുറേ സ്ഥലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മാലിന്യം ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറിയിരുന്നില്ല. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി വീടുകളുടെ എണ്ണം വർദ്ധിച്ചു. നമുക്ക് സ്വന്തമായിട്ടുള്ള സ്ഥലത്തിന്റെ പരിധി കുറഞ്ഞു വന്നു. സർക്കാരിന്റെ ഇടപെടൽ കൊണ്ട് മാത്രം ഒരു പദ്ധതിയും വിജയമാകില്ല. അതിന് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ വേണം. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ വേണമെന്നും എങ്കിൽ മാത്രമേ വരാൻ പോകുന്ന ഈ മാലിന്യം എന്ന വിപത്തിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പി കരുണാകരൻ എം പി അഭിപ്രായപ്പെട്ടു. പദ്ധതിയുടെ നാമകരണം ശ്രീകൃഷ്ണൻ MLAയും ലോഗോ പ്രകാശനം ബ്രാൻഡ് അംബാസിഡർ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. ചടങ്ങിന്റെ ഭാഗമായി കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് അയൽസഭാ പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, വകുപ്പുതല മേധാവികൾ, പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വർഗീയ ഫാസിസത്തിനും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ CPIM പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം A പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് AISF നേതാവുമായ കനയ്യകുമാറിനെതിരെയുള്ള പ്രതികാര നടപടികൾ പിൻവലിക്കണമെന്നും വർഗീയതക്കും ഫാസിസത്തിനുമെതിരെ യുവാക്കൾ രംഗത്തിറങ്ങണമെന്നും A പ്രദീപൻ ആവശ്യപ്പെട്ടു. സർവകലാശാലയിൽ, ജാമിയ മില്ലിയ സർവകലാശാലയിൽ, അങ്ങനെ ഇന്ന് ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിലൂടെ
പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ രാജ്യസ്നേഹികളുടെയും വർഗീയ ഫാസിസ്റ്റരായി ചിന്തിക്കുന്ന വിഭാഗങ്ങളുടെയും ജില്ലാ കൗൺസിൽ അംഗം NP ഭാസ്കരൻ അധ്യക്ഷനായി. KV ബാബു, M രാമകൃഷ്ണൻ, M സതീശൻ, PR പൊന്നമ്മ ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. കാത്തിരിപ്പിന് വിരാമമായി. കണ്ണപുരം റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജ് P കരുണാകരൻ MP നാടിന് സമർപ്പിച്ചു. ജനങ്ങളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് വിരാമമായി. കണ്ണപുരം റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജ് P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. എങ്കിൽ പോലും ഏതെങ്കിലും ഒരു സ്റ്റോപ്പ് അതിന് പ്രത്യേകിച്ച് മാവേലി എക്സ്പ്രസിന് ഇവിടെ നൽകണമെന്നുള്ളത് നമ്മൾ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. I request the DRM because DRM has already given the suggestion to the railway board. റെയിൽവേ ബ്രിഡ്ജ് ഇല്ലാത്തതിനാൽ നിരവധി ജീവനുകളാണ് ഇവിടെ ഹോമിച്ചിരുന്നത്. യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ഏറെക്കാലത്തെ മുറവിളിക്കൊടുവിൽ റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു. എന്നാൽ നിർമ്മാണം മന്ദഗതിയിലായി. ജനപ്രതിനിധികളുടെ നിരന്തരമായ ഇടപെടലാണ് ഫുട് ഓവർ ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കാൻ സഹായകമായത്. DRM ആനന്ദപ്രകാശ് മുഖ്യാതിഥിയായി. TV രാജേഷ് MLA അധ്യക്ഷത വഹിച്ചു. AV ധനഞ്ജയൻ, വിനോദ് കുമാർ, ജയകൃഷ്ണൻ, N ശ്രീധരൻ, KV രാമകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കൺസ്ട്രക്ഷൻ ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം കുണ്ടയംകോവൽ വാടിരവി നഗറിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. കൺസ്ട്രക്ഷൻ ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം വലിയചാൽ LP സ്കൂളിൽ നടന്നു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുടുംബത്തിന്റെ കൂട്ട് നാം ഏതെല്ലാം രീതിയിൽ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുമോ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന രീതിയിൽ നാം ആ പ്രവർത്തനത്തിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് CITUയുടെ തീരുമാനം. യൂണിയൻ പ്രസിഡന്റ് K രാഘവൻ അധ്യക്ഷത വഹിച്ചു. KP കണ്ണൻ സ്വാഗതം ആശംസിച്ചു. ഏരിയ ജോയിന്റ് സെക്രട്ടറി M ബാലൻ രക്തസാക്ഷി പ്രമേയവും M ചന്ദ്രൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സെക്രട്ടറി T നാരായണൻ റിപ്പോർട്ട് അവതരണം നടത്തി. TA മധുസൂദനൻ, KV ഗോവിന്ദൻ, PV കുഞ്ഞപ്പൻ, MB ദാമോദരൻ തുടങ്ങിയ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസാരിച്ചു. ഏറ്റുകുടുക്ക AUP സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെയും റഫറൻസ് ലൈബ്രറിയുടെയും ഉദ്ഘാടനം P കരുണാകരൻ MP നിർവഹിച്ചു. ചടങ്ങിൽ C കൃഷ്ണൻ MLA അധ്യക്ഷനായി. നിരവധി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൊണ്ട് പഞ്ചായത്തിലെ തന്നെ ശ്രദ്ധേയമായ വിദ്യാലയങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞ ഏറ്റുകുടുക്ക AUP സ്കൂൾ വളർച്ചയുടെ മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിട്ടു. സ്കൂളിലെ കെട്ടിടത്തിന്റെയും റഫറൻസ് ലൈബ്രറിയായ എഴുത്തച്ഛൻ പഠന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനമാണ് ചടങ്ങിൽ നടന്നത്. P കരുണാകരൻ MP കെട്ടിടവും ലൈബ്രറിയും സ്കൂളിന് സമർപ്പിച്ചു. സൊസൈറ്റി എന്ന നിലയിൽ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഇത് കഴിയുമോ എന്നുള്ള സംശയം പലപ്പോഴും ഇവിടുത്തെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന രവീന്ദ്രനും ശശിയും രാജനും അതുപോലെ തന്നെ മറ്റു സഹാക്കളും ചോദിക്കുകയുണ്ടായി. ജനകീയ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് നമ്മുടെ ഈ കണ്ണൂർ കാസർഗോഡ് പഞ്ചായത്തുകൾ. വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ഇന്ദ്രൻസ് നിർവഹിച്ചു. സംഘാടക സമിതി കൺവീനർ K രവീന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. T പത്മനാഭൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഫോട്ടോ അനാച്ഛാദനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലനും കുട്ടികളുടെ ആകാശവാണി ഉദ്ഘാടനം കണ്ണൂർ ഡയറ്റ് പ്രിൻസിപ്പൽ CM ബാലകൃഷ്ണനും LCD പ്രൊജക്ടർ സമർപ്പണം കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉഷയും നിർവഹിച്ചു. സംസ്ഥാന, ജില്ലാ, ഉപജില്ലാ തലത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച അധ്യാപകർക്കും കുട്ടികൾക്കുമുള്ള ഉപഹാര സമർപ്പണം കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവനും നിർവഹിച്ചു. സപ്ലിമെന്റിന്റെ പ്രകാശനം VM രാജീവനും. കുട്ടികളുടെ മാസിക പ്രകാശനം പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ നിർവഹിച്ചു. കാസർഗോഡ് DPO ഡോക്ടർ M ബാലൻ സാംസ്കാരിക പ്രഭാഷണം നടത്തി. നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. KPSTU പയ്യന്നൂർ ഉപജില്ലാ യാത്രയപ്പ് സമ്മേളനവും അനുമോദനവും BM LP സ്കൂളിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. KPSTUവിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഉപജില്ലയിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും അനുമോദനവും പയ്യന്നൂർ BM LP സ്കൂളിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളരെ മികവോടുകൂടിയാണ് നമ്മുടെ സർക്കാർ, ഈ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ ഓരോ ഘട്ടത്തിലും കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിലും ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യത്തിലും ശമ്പള പരിഷ്കരണത്തിലൂടെ ഏറ്റവും മികച്ച പേർ തീർച്ചയായിട്ടും ഇവിടെ നടപ്പിലാക്കുന്ന കാര്യത്തിലുമെല്ലാം
പരിപാടിയിൽ വെച്ച് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ സുരേഷ് കുമാറിനും അധ്യാപക ഗവേഷണ പ്രൊജക്ടിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ കെ സ്വപ്നയ്ക്കും അനുമോദനവും നൽകി. മുഖ്യപ്രഭാഷണവും ഉപഹാര സമർപ്പണവും KPSTU സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് സി വിനോദ് കുമാർ നിർവഹിച്ചു. KPSTU പയ്യന്നൂർ ഉപജില്ലാ പ്രസിഡന്റ് ദാമോദരൻ M അധ്യക്ഷത വഹിച്ചു. സുധീഷ് P സ്വാഗതം ആശംസിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ജയരാജ്, നഗരസഭാ കൌൺസിലർ AK ശ്രീജ, KPSTU വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി EV സുരേഷൻ, KPSTU സംസ്ഥാന കൌൺസിലർ PK സത്യനാഥൻ, KK സുരേഷ് കുമാർ, ഷാജൻ ജോസ്, KV ചന്ദ്രൻ, K വിജയൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ശാരദ പെരിയാട്ട് മറുപടി പ്രസംഗം നടത്തി. പയ്യന്നൂർ ആർട്സ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച ഉത്തര കേരള അമേച്ചർ നാടക മത്സരം അരങ്ങ് 2016 സമാപിച്ചു. 2 ദിനങ്ങളിലായി നടന്ന മത്സരത്തിൽ 8ഓളം നാടകങ്ങൾ മത്സരിച്ചു. സ്ഥലമാണ് പോലുള്ള വിമർശനങ്ങൾ വരുന്ന ഒരു കാലത്ത് ഇത് അത്ര അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമല്ല. മുതലാളിത്തം ഒരുപാട് പണം നിരന്തരമായിട്ട് ഈ സംസ്കാരത്തിന്റെ രംഗത്ത് ചെലവഴിക്കാം. അതിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനെ അവന്റെ അല്ലെങ്കിൽ അവളുടെ ശരീരത്തിൽ ഒതുക്കുക എന്നതാണ്. അതാണ് ഇതിൽ ചുരുക്കം. പയ്യന്നൂർ ആർട്സ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 27, 28 തീയതികളിലായാണ് അരങ്ങ് ഉത്തര കേരള അമേച്ചർ നാടക മത്സരം സംഘടിപ്പിച്ചത്. EP രാജഗോപാലൻ നാടക മത്സരം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ അധ്യക്ഷനായിരുന്നു. നാടക സംവിധായകനായ ഡോക്ടർ S സുനിൽ, അജിത് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. PK വിജയകുമാർ, P മനോഹരൻ എന്നിവർ സംബന്ധിച്ചു. 2 ദിനങ്ങളായി നടന്ന നാടക മത്സരത്തിൽ ചില്ലറ സമരം, തീയകം, പുറപ്പാട്, അവസാനത്തെ ഉറവ, മൊനേർ മാനുഷ്, അരങ്ങും മണിയറയും തുടങ്ങിയ നാടകങ്ങൾ അരങ്ങേറി. തുടർന്ന് നാടകാവലോകനവും സമ്മാനദാനവും നടന്നു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന് ഇനി ജനകീയ ആംബുലൻസും. മാത്തിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ P കരുണാകരൻ MP നാടിന് സമർപ്പിച്ചു. P കരുണാകരൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ആംബുലൻസിന്റെ സമർപ്പണം മാത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. P കരുണാകരൻ MP സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ആശുപത്രി സമർപ്പിച്ചതിന്റെ ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് ആദ്യത്തെ തർക്കം ഇത് ആരാണ് ഇതിന്റെ കസ്റ്റോഡിയൻ, പഞ്ചായത്താണോ ആശുപത്രിയാണോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണോ? അത് പരിഹരിക്കാൻ തന്നെ ഏകദേശം 1-2 വർഷം ചർച്ച ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം പിന്നീട് വന്നെന്താന്ന് പറഞ്ഞാൽ ഈ വാഹനം കൊടുക്കുന്ന കമ്പനിക്കാരുമായിട്ട് തർക്കം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉഷ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ CP മുഹമ്മദ് കുട്ടി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ബാലകേശവൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KV പ്രകാശൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ PV സുധീന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വർണ്ണവിസ്മയം തീർത്ത് KKR വെങ്ങരയുടെ ദി ഗ്രാവിറ്റി. വ്യത്യസ്തവും അപൂർവവുമായ ചിത്രങ്ങളുടെ പ്രദർശനം തിങ്കളാഴ്ച മുതൽ ഗാന്ധി പാർക്കിൽ നടക്കും. മാർച്ച് 6 വരെയാണ് പ്രദർശനം. ചിത്രശില്പരംഗങ്ങളിൽ എന്നും വേറിട്ട കാഴ്ചയൊരുക്കിയ KKR വെങ്ങര മറ്റൊരു വ്യത്യസ്തതയുമായി ജനങ്ങൾക്ക് മുന്നിലെത്തുകയാണ്. മണ്ണും മനുഷ്യനും, ബാലൻസ്, കൃഷ്ണ എന്നീ പരമ്പരകളിൽ 25ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി ഒരുക്കിയത്. ഇതിൻ്റെ അവസാനഘട്ട മിനുക്കുപണിയിലാണ് KKR വെങ്ങര ഇപ്പോൾ. പ്രണയം പോലും യാന്ത്രികമായി തീരുന്ന പുതിയ കാലത്തെ സിറ്റിസ്കേപ്പ് എന്ന പരമ്പരയിലൂടെ വരച്ച ചിത്രപ്രദർശനം ഫെബ്രുവരി 29-ന് പ്രശസ്ത എഴുത്തുകാരൻ M മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് KKR വെങ്ങര പറഞ്ഞു. രണ്ടാമത്തെ പരമ്പര സിറ്റിസ്കേപ്പ് എന്നതാണ്. അതായത് നമ്മുടെ പുതിയ കാലം നമ്മുടെ മണ്ണിനെയും മനുഷ്യനെയും ഒരുപാട് മാറ്റിക്കഴിഞ്ഞു. വളരെ മെക്കാനിക്കലായിട്ട് മനുഷ്യൻ നമ്മോട് പെരുമാറുന്ന, പ്രതികരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതിൽ വരക്കപ്പെട്ട മനുഷ്യരൊക്കെ പലപ്പോഴും മൈക്രോചിപ്പ് മനുഷ്യന്മാരാണ്. അവരുടെ പ്രണയവും ജീവിതവും ഒക്കെ തന്നെ വളരെ യാന്ത്രികമായ രീതിയിലാണ് കാണുന്നത്. അതിൽ തന്നെ ഈ പട്ടണത്തിൽ വസിക്കുന്നവർ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ചില മോഹങ്ങളൊക്കെ ചിത്രത്തിൽ ഞാൻ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. M മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾക്ക് ശില്പഭാഷയൊരുക്കിയും ഏഴുമലയിലെ 41 അടി ഉയരമുള്ള ഹനുമാൻ പ്രതിമയൊരുക്കിയും വിസ്മയം തീർത്ത KKR വെങ്ങര ദി ഗ്രാവിറ്റി എന്ന ചിത്രപ്രദർശനത്തിലൂടെ വീണ്ടും വിസ്മയം തീർക്കാനുള്ള ശ്രമത്തിലാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി കുന്നരു യൂണിറ്റ് സമ്മേളനം രാമന്തളി കാരന്താട് ഷെണായ് മന്ദിരത്തിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം K പങ്കജാക്ഷി ഉദ്ഘാടനം ചെയ്തു.
നമുക്ക് ഈ സമ്മേളനത്തിൽ നല്ലൊരു ചർച്ചകൾ ഇത്രയും കാലയളവിൽ ഈ 4 വർഷക്കാലം 3 വർഷം കൊണ്ടാണ് സമ്മേളനം നടത്തേണ്ടത്. അത് 4 വർഷമായി നമ്മൾ മറ്റ് പ്രാദേശിക പ്രയാസങ്ങൾ കൊണ്ട് അപ്പോൾ നല്ലൊരു ചർച്ച എന്ത് ചെയ്തു സംഘടന ഈ 4 വർഷക്കാലം എന്ത് ചെയ്തു. സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് കുപ്പത്തി കുഞ്ഞിരാമൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം AV നാരായണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി P ജയൻ, യൂണിറ്റ് സെക്രട്ടറി M രാജീവൻ, C കൃഷ്ണൻ, PP ലക്ഷ്മണൻ, MV തമ്പാൻ എന്നിവർ പ്രസംഗിച്ചു. 50ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ സംബന്ധിച്ചു. യൂണിറ്റ് പ്രസിഡന്റായി കുപ്പത്തി കുഞ്ഞിരാമനെയും സെക്രട്ടറിയായി M രാജീവനെയും ട്രഷററായി NB നാരായണനെയും തെരഞ്ഞെടുത്തു. മൂലക്കിൽ പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് സമ്മേളനത്തിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്ലാറ്റിനം ജൂബിലി ആഘോഷം നടക്കുന്ന കണ്ടോന്താർ ഇടമന UP സ്കൂളിൽ നവതി പിന്നിട്ട പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രായത്തിന്റെ അവശത മറന്ന് ഒത്തുകൂടിയത് പുതുമയാർന്ന അനുഭവമായി മാറി. ഒരു വട്ടം കൂടി എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി. നവതി പിന്നിട്ട പൂർവ്വ വിദ്യാർത്ഥികളായ കാമ്പ്രത്ത് കൃഷ്ണപൊതുവാൾ, KP കുഞ്ഞിക്കണ്ണൻ, പിലാക്കൽ കണ്ണൻ, നാലവരക്കൽ കല്യാണി എന്നിവർ പ്രായത്തിന്റെ അവശതകൾ മാറ്റിവെച്ച് വിദ്യാലയമുറ്റത്തെത്തിയപ്പോൾ തലമുറകളുടെ സംഗമവേദിയായി. ഇവർ 4 പേർ ചേർന്ന് ദീപം തെളിയിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളെയും പുതിയ തലമുറയും ഒരു കുടക്കീഴിലിരുത്തി അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള വേദി ഒരുക്കുകയാണ് ഒരു വട്ടം കൂടി സംഗമത്തിലൂടെ സംഘാടക സമിതി ശ്രമിച്ചത്. സംഗമം കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. കൈതപ്പുറം എന്നത് എനിക്കൊരു ഗ്രാമത്തിൻ്റെ പേരല്ല, ഒരു ദേശത്തിൻ്റെ പേരുമല്ല. അതൊരു കാവ്യ സംസ്കൃതിയുടെയും ഗാന സംസ്കൃതിയുടെയും പേരായി മാറ്റിയ പ്രതിപാദനങ്ങളാണ് അപ്പുറത്തെ ഈ ജനലയിൽ ഇരിക്കുന്നത്. ഇപ്പോൾ നാട്ടിനെ അറിയാത്തവർ ഈ കേരളക്കരയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സർവകലാശാലകൾ ഭാഷ പഠിപ്പിക്കുന്നുണ്ട്, വിദ്യാലയങ്ങൾ ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. മലയാള പാഠശാല ഡയറക്ടർ TP ഭാസ്കര പൊതുവാൾ അധ്യക്ഷനായി. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായിരുന്നു. രവീന്ദ്രൻ ചന്തപ്പുര, കരിവള്ളൂർ നാരായണൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. KP മുരളീധരൻ, CC കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ, M അജയൻ എന്നിവർ സംസാരിച്ചു. ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം വിരമിക്കുന്ന പ്രധാനാധ്യാപകർക്കുള്ള യാത്രയപ്പം മാർച്ച് 26 നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെത്ത് തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ റേഞ്ച് കുടുംബസംഗമം മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്നു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ചെത്ത് തൊഴിലാളി യൂണിയൻ CTU പയ്യന്നൂർ റേഞ്ച് കുടുംബസംഗമം മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്നു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് പ്രസിഡന്റ് EP കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, KV ഗോവിന്ദൻ, PV കുഞ്ഞപ്പൻ, MV ദാമോദരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കുന്ന രീതിയിലാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ, ധർമാശുപത്രികൾ വളർന്നു വന്നത്. അത് മുഴുവൻ ഈ 5 കൊല്ലം കൊണ്ട് നശിപ്പിച്ച് ഈ മന്ത്രി അഴിമതിക്കാരനായ, അതിനൊരു കുറവില്ല. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പുഞ്ചക്കാട് മുല്ലക്കോട് സൗഭാഗ്യ കുടുംബശ്രീ ഐശ്വര്യ ഗ്രൂപ്പിന്റെ വാഴകൃഷി വിളവെടുപ്പ് പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. 600ഓളം നേന്ത്രവാഴകളാണ് വിളവെടുത്തത്. കഴിഞ്ഞ ജൂണിലാണ് 5 പേരടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ കൃഷി ആരംഭിച്ചത്. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചായിരുന്നു കൃഷി. ADS ചെയർപേഴ്സൺ ഷീബ ബൈജു, കമലം M, സുമതി VV, കാർത്തിയായനി PP, ശ്യാമള P എന്നിവരടങ്ങുന്ന സംഘമാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. രാവിലെയും വൈകുന്നേരവുമുള്ള ഈ സംഘത്തിന്റെ കഠിനമായ പ്രയത്നത്തിന്റെ ഫലമായി കൃഷിയിൽ കിട്ടിയ നല്ല വിളവ്. സംഘത്തിന് നിർദ്ദേശവുമായി കൃഷിവകുപ്പ് അധികൃതരും രംഗത്തുണ്ടായിരുന്നു. വിളവെടുപ്പ് ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ നിർവഹിച്ചു. M പ്രദീപൻ അധ്യക്ഷനായി. MK നാരായണി, തമ്പായി, ശ്രീജ, സീമ സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. 48 വർഷമായി ഈണത്തിന്റെ ചേലുമായി അണിയറയ്ക്ക് പിന്നിൽ നിശബ്ദ സേവനം നടത്തിവരികയാണ് കാരയിലെ MP രാഘവൻ എന്ന സംഗീത സംവിധായകൻ. അവാർഡുകളോ അംഗീകാരങ്ങളോ ആഗ്രഹിക്കാതെ നിസ്വാർത്ഥ സംഗീതയാത്ര തുടരുന്നു. പയ്യന്നൂർ കാര തലിച്ചാലം പാലത്തിനടുത്ത് കൊച്ചുവീട്ടിൽ താമസിക്കുന്ന NP രാഘവന്റെ സംഗീത സബര്യ തുടങ്ങിയിട്ട് 48 വർഷക്കാലമായി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ അമച്വർ നാടകരംഗത്തെ നിറസാന്നിധ്യമാണ് NP രാഘവൻ.
ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും സംഗീതത്തിനായി രാഘവൻ ഊണും ഉറക്കവും മാറ്റിവെക്കുന്നു. സംഗീതമേ ജീവിതം എന്ന വരി അന്വർത്ഥമാക്കിയ വ്യക്തിത്വമാണ് ഈ പയ്യന്നൂർ സ്വദേശിയുടേത്. ഗ്രാമീണ കലാസമിതികളുടെ നാടകങ്ങളെയും കലാരൂപങ്ങളെയും സംഗീത സാന്ദ്രമാക്കിയാണ് യാത്ര. പാട്ട് മൂളുന്നവർ മഹാഗായകരായി സ്വയം അവരോധിക്കുന്ന കാലത്ത് സംഗീതജ്ഞന്റെ പകിട്ടില്ലാത്ത ഈ മനുഷ്യൻ അവാർഡുകളോ അംഗീകാരങ്ങളോ കാംക്ഷിക്കാതെ 23-ാം വയസ്സിൽ കരിവള്ളൂർ രക്തസാക്ഷി ദിനത്തിൽ വിപ്ലവഗാനത്തിന് ഈണമിട്ട് ആരംഭിച്ച രാഘവ സംഗീതം 71-ലും രാഗാർദ്രമാണ്. സംഗീതാഭിരുചി പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബ സാഹചര്യമൊന്നുമില്ല. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ബീഡിത്തൊഴിലാളിയായി. മലബാറിലെ സാംസ്കാരിക മേഖലയെ ഉത്തേജിപ്പിച്ചതിൽ ബീഡിത്തൊഴിലാളികളുടെ പങ്ക് അവിസ്മരണീയമായിരുന്നു. രാഘവന്റെ കലാരംഗത്തേക്കുള്ള കാൽവെപ്പും ഈ ഘട്ടത്തിലായിരുന്നു. അരങ്ങിലും അണിയറയിലും സജീവമായി. കുഞ്ഞിരാമ ഭാഗവതരിൽ നിന്ന് സ്വരപാഠം കരസ്ഥമാക്കി. സ്ഥിരോത്സാഹവും ആത്മാർത്ഥതയും രാഘവനെ സംഗീത സംവിധായകനാക്കി. വേമ്പുവിന്റെ വിശുദ്ധ പാപമാണ് സംഗീത സംവിധാനം നിർവഹിച്ച ആദ്യ നാടകം. 48 വർഷം പിന്നിടുമ്പോൾ 1500ഓളം നാടകങ്ങൾക്ക് സംഗീതം ചെയ്തു കഴിഞ്ഞു. CL ജോസിന്റെ നക്ഷത്രവിളക്ക്, സുരാസുവിന്റെ വിശ്വരൂപം, AK കൃഷ്ണൻ മാസ്റ്ററുടെ ഉത്തരാസ്വയംവരം, ശ്രീനിവാസന്റെ ആനന്ദക്കണ്ണീർ, മൂദേവി തെയ്യം തുടങ്ങി ആണ്ടുകളോളം അവതരിപ്പിച്ച നാടകങ്ങളുടെ അണിയറക്കാരനായി. 8 വർഷക്കാലമായി ഞാൻ ഈ രംഗത്ത്. ചുരുങ്ങിയത് ഒരു 3000 സ്റ്റൈൽ ഞാൻ ഹാർമോണിയം, കീബോർഡ്, തബലൊക്കെ വായിച്ചിട്ടുണ്ടാവും. 3000 സ്റ്റൈൽ അതെല്ലാം പെട്ടു. കഥാപ്രസംഗമായാലും സംഗീത ശില്പമായാലും കാക്കർഷി നാടകമായാലും ചവിട്ട് നാടകത്തിൽ ഒരു നാടകത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഇപ്രാവശ്യം. അതുപോലെ നാടകം മുമ്പൊക്കെ സ്കൂളിൽ നമ്മൾ കലോത്സവത്തിന് പോയാൽ 7-10 നാടകത്തിൽ ഒറ്റയ്ക്ക് വായിക്കണം. ചിലപ്പോൾ റിഹേഴ്സ് ഇല്ലാണ്ട് വായിക്കണം. അങ്ങനെയൊക്കെ വായിച്ച് സമ്മാനം കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ, നാടകത്തിൻ്റെ ഒരു മർമ്മം എനിക്ക് ഏകദേശം എൻ്റെ മനസ്സിലുണ്ട്. അത് വെച്ച് ചെയ്യുന്നതാണ്. തബല, ഹാർമോണിയം, കീബോർഡ് തുടങ്ങിയ സംഗീതോപകരണങ്ങളിൽ നൈപുണ്യം നേടിയ അദ്ദേഹം നാടകങ്ങളെ കൂടാതെ കഥാപ്രസംഗങ്ങൾക്കും സംഗീത ശില്പങ്ങൾക്കും പശ്ചാത്തല സംഗീതമൊരുക്കി. കലാപ്രവർത്തനത്തിന് ഒഴിഞ്ഞുവെച്ച തലമുറയുടെ ത്യാഗവും സഹനവും രാഘവനും യഥേഷ്ടം. കല്ലും മുള്ളും നിറഞ്ഞ കഠിനപാതകളിൽ പിന്തിരിയാതെ നടന്നു. സാമ്പത്തിക പ്രയാസങ്ങളെ അതിജീവിക്കാൻ ബീഡിത്തൊഴിൽ ഉപേക്ഷിച്ച് കൽപ്പണിക്കാരനായി. പകലന്തിയോളം കല്ലുകളോട് മല്ലിടുമ്പോഴും സംഗീതം കൈവിട്ടില്ല. കലയോടുള്ള അഭിനിവേശവും സാമൂഹ്യ പ്രതിബദ്ധതയും കൈമുതലാക്കി ക്ലബ്ബുകളും കലാസംഘടനകളും സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പ്രായമോ പകിട്ടോ പ്രകടിപ്പിക്കാതെ ഇന്നും നിറസാന്നിധ്യമാണ്. പ്രശസ്തിയോ സാമ്പത്തിക നേട്ടമോ ലക്ഷ്യം വെക്കാതെ നിസ്വാർത്ഥ സംഗീത സേവ. റിയാലിറ്റി ഷോയും മെഗാ ഷോയും നവതരംഗം സൃഷ്ടിക്കുമ്പോഴും പാട്ടിന്റെ നാട്ടുവഴികൾ തേടിയാണ് ഈ രാഘവന്റെ യാത്ര. സംഗീതത്തെ ഗ്രാമങ്ങളിലേക്ക് പറിച്ചു നട്ട് പാട്ടിന്റെ പാലാഴി തീർത്ത കാരയിലെ MP രാഘവൻ അർഹിക്കുന്ന അംഗീകാരങ്ങളൊന്നും ലഭിക്കാത്ത കലാകാരനാണ്. സംഗീത വഴികളിൽ കോടികൾ പ്രതിഫലം പറ്റുന്ന സംഗീത സംവിധായകർക്കിടയിൽ ജീവിക്കാൻ പോലും പ്രയാസപ്പെടുകയാണ് ഈ ഗ്രാമപക്ഷത്തിലെ കുയിൽ. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി കാരയിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ കുറ്റൂർ ഗവൺമെന്റ് UP സ്കൂളിൽ ഏകദിന വനിതാ തൊഴിൽ സംരംഭകത്വ പരിശീലന ക്ലാസ് നടത്തി. നമ്മൾ നടപ്പിലാക്കാൻ എന്ത് ചെയ്യും? ആ സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും? വാശി പിടിച്ച് കരഞ്ഞ് അച്ഛനോടായാലും അമ്മയോടായാലും അല്ലെങ്കിൽ മറ്റ് മുതിർന്നവരോടായാലും ഒക്കെ തന്നെ വാശി പിടിച്ച് ആ കാര്യം അവർ നേടും. വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ എന്ത് കാര്യവും അവൻ എടുത്തിയാണ്. ഒരു മരത്തിൽ ചാടി കയറണമെന്നാണ് ചാടി കയറും. കാരണം അവൻ അറിയില്ലോ ഇത് വീട് പോകും അല്ലെങ്കിൽ അപകടം പറ്റുന്നത് ആരൊന്നുമില്ല. പഞ്ചായത്തിലെ വനിതകൾക്കായി നൂതനാശയങ്ങളും നൂതന സങ്കല്പങ്ങളടങ്ങിയ സ്വയം തൊഴിൽ സംരംഭങ്ങളും ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഏകദിന ശില്പശാലയാണ് സംഘടിപ്പിച്ചത്. കൃഷി, ആരോഗ്യം, ഊർജ്ജം, സാമൂഹ്യ സുരക്ഷ എന്നീ വ്യത്യസ്ത മേഖലകളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇതിനകം നടപ്പിലാക്കി വിജയിച്ച പ്രവർത്തനങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാതൃകാ ക്ലാസുകളാണ് പരിശീലനത്തിലുണ്ടായിരുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KP രമേശൻ അധ്യക്ഷനായി. PV ലക്ഷ്മണൻ നായർ, KC രാജൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ രവി രാമന്തളി, TK വേണുഗോപാൽ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ജീവകാരുണ്യ രംഗത്ത് വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങളുമായി പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ്. കോറോം പകൽവീട്ടിൽ കുഴൽക്കിണറും പയ്യന്നൂർ മുകുന്ദ ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റ് ധനസഹായവും വിതരണം ചെയ്തു. എവിടെ സഹായം ആവശ്യമുണ്ടോ അവിടെ ഒരു ലയൺ ഉണ്ടാവും. 100 വർഷം പിന്നിടുന്ന ഒരു സംഘടന ലോകത്ത് ഈ ഒരു മുദ്രാവാക്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ഒരു മുദ്രാവാക്യമാണ് ലയൺ പ്രസിഡന്റ് രതീഷിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്.
പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി ചടങ്ങിൽ അധ്യക്ഷയായി. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് രതീഷ് കുമാർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കൗൺസിലർമാരായ P. ബാലൻ, ചന്തുക്കുട്ടി, രാഘവൻ, ജാക്സൺ ഏഴിമല എന്നിവർ സംബന്ധിച്ചു. അംഗൻവാടി, ഖാദി ഭവൻ, അർബൻ PHC തുടങ്ങിയ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് മുകുന്ദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പയ്യന്നൂർ ലയൺസ് ക്ലബിന്റെ ഡയാലിസിസ് സെന്ററിൽ പുതിയ ഡയാലിസിസ് മെഷീൻ വാങ്ങുന്നതിന് വേണ്ടി ലയൺസ് ക്ലബിന്റെ ധനസഹായം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ K. സുജിത്ത് ആശുപത്രി അധികൃതർക്ക് കൈമാറി. ഡോക്ടർ ഗോപിനാഥ് തുക ഏറ്റുവാങ്ങി. ലയൺസ് ക്ലബ്ബ് വനിതാ വിഭാഗം ചിത്ര രാമചന്ദ്രൻ, ഡോക്ടർ K. ദാമോദരൻ, വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി, P. ബാലൻ, ഡോക്ടർ ഗോപിനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുളിങ്ങോം പ്രവാസി കൂട്ടായ്മ, ഒളിയങ്കര പ്രവാസി വാട്സ്ആപ്പ് ഗ്രൂപ്പും താജുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയും നടത്തിയ ഉംറ പഠന ക്ലാസും സൗണ്ട് സിസ്റ്റം കൈമാറലും പുളിങ്ങോം തർബിയത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്നു. പുളിങ്ങോം പ്രവാസി കൂട്ടായ്മയായ ഒളിയങ്കര വാട്സ്ആപ്പ് ഗ്രൂപ്പും താജുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയും നടത്തിയ ഉംറ പഠന ക്ലാസും സൗണ്ട് സിസ്റ്റം കൈമാറലും പുളിങ്ങോം തർബിയത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ നടന്നു. അബ്ദുൾ റസാഖ് റഹ്മാനി പാലക്കാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഞാനും നിങ്ങളും ഓർമ്മ വെച്ച നാളെ മുതൽ ഒരു കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നമസ്കരിക്കുന്നവരാണ്. ആ കേന്ദ്രത്തിൽ പോയവരും പോകാത്തവരും നമ്മുടെ മജ്‌ലിസിലുണ്ട്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആ കേന്ദ്രബിന്ദു. ചുഴലി മുഹ്യുദ്ദീൻ മുസ്ലിയാർ ഉംറ ക്ലാസിന് നേതൃത്വം നൽകി. N. ഇബ്രാഹിം മൗലവി പ്രാർത്ഥന നടത്തി. AG ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. സൗണ്ട് സിസ്റ്റം കൈമാറൽ ഇബ്രാഹിം മദനി നിർവഹിച്ചു. ഒളിയങ്കര പ്രതിനിധി അഷറഫ് മൗക്കോട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. K. അഷറഫ്, BA മുജീബ് റഹ്മാൻ അൽ അസ്വരി, മുജീബ് സാഅദി, അബ്ദുൾ റസാഖ് പുഴക്കര, MK ഇബ്രാഹിം, NM അഷറഫ് ഹാജി, BA മുത്തലിബ, ഹാഷിർ A, സലീം കടന്നപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. നേതാജി കടന്നപ്പള്ളിയുടെയും സഹായി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കടന്നപ്പള്ളി പടിഞ്ഞാറേക്കര UP സ്കൂളിൽ ക്യാൻസർ ബോധവൽക്കരണ സെമിനാറും ലക്ഷ്മി തരു തൈ വിതരണവും നടന്നു. ചെറിയൊരു തടിപ്പ് പോലെ, ചെറിയൊരു കൊഴുപ്പ് രൂപത്തിൽ പോലെ കണ്ടാൽ ഉടൻ എനിക്ക് ക്യാൻസർ ആണെന്ന് ആരും വിചാരിക്കേണ്ട. ഈ കൊഴുപ്പ് കെട്ടിക്കിടന്നാൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരും. ഇത് നേരത്തെ കണ്ട് അറിഞ്ഞ് അത് മാറ്റം ചെയ്തിട്ടില്ല എങ്കിൽ അത് ക്യാൻസർ സെല്ലുകളായിട്ട് രൂപാന്തരപ്പെടാൻ സാധ്യതയുണ്ട്. നേതാജി കടന്നപ്പള്ളിയുടെയും സഹായി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാൻസർ ബോധവൽക്കരണ സെമിനാറും ലക്ഷ്മി തരു തൈ വിതരണവും നടന്നത്. ഉദ്ഘാടന യോഗത്തിൽ EV പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷനായി. KV ബാലകൃഷ്ണൻ, കൃഷ്ണപ്രഭ, സുശീല EC, ജനാർദ്ദനൻ KV എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ്സിന് ക്യാൻസർ സൗഹാർദ്ദവേദി കാഞ്ഞങ്ങാട് ചീഫ് കോർഡിനേറ്റർ ഷുക്കൂർ കാഞ്ഞങ്ങാട്, ദേവാലയ ആരോഗ്യ മനുഷ്യാവകാശ പ്രവർത്തകൻ ഷറഫു എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേർ ക്ലാസ്സിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പാടിക്കൽ GUSP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ഇംഗ്ലീഷ് ശില്പശാല ഗോ വിത്ത് ഇംഗ്ലീഷ് സംഘടിപ്പിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പാടിക്കൽ ഗവൺമെന്റ് UP സ്കൂളിൽ വൈവിധ്യമാർന്ന പഠന പ്രവർത്തനങ്ങളും വ്യക്തിത്വ വികസന ക്യാമ്പുകളും പഠനേതര പ്രവർത്തനങ്ങളും നിരന്തരം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഗോ വിത്ത് ഇംഗ്ലീഷ്, വർക്ക് വിത്ത് ടോക്ക് എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ശാന്ത P അധ്യക്ഷയായി. V. ദാമോദരൻ, മധു മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. K. കൃഷ്ണൻ മാസ്റ്റർ, ലിസി ജേക്കബ്, വത്സൻ പിലിക്കോട് തുടങ്ങിയവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. തായ്നേരി SABTM 1992 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ബാംബു ഫ്രഷിൽ നടന്നു. പ്രതിഭ പാട്ടീൽ, മുൻ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ്. സൂചന ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ കാണുമ്പോൾ കണ്ണട ധരിച്ച് കാണുന്ന വ്യക്തിയാണ്. രണ്ടാമത്തെ വ്യക്തി ആ വ്യക്തി മീശയില്ല, കാരണം സ്ത്രീ ആയതുകൊണ്ട് മീശയില്ല. മൂന്നാം സൂചന മലയാളം എഴുതി പഠിക്കാത്ത വ്യക്തിയാണ്. നാലാമത്തെ സൂചന വളരെ പ്രധാനപ്പെട്ട സൂചന. തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ 1992 SSLC ബാച്ചിന്റെ സംഗമം പയ്യന്നൂർ ബാംബു ഫ്രഷിൽ നടന്നു. ചെയർമാൻ ജാസ്മീറിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ പ്രേംലാൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. KM ബിജു, ഹരീഷ് KT, C. രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഷിഹാബ് KK നന്ദി പറഞ്ഞു. സംഗമത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളും നടന്നു. മാച്ചിക്കാട് ശ്രീ ബളാൽക്കാവ് നാഗദേവസ്ഥാനം പ്രതിഷ്ഠാ കലശ മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. വനിതാ ശിങ്കാരി മേളത്തിന്റെ അകമ്പടിയോടെ താലപ്പൊലിയേന്തിയ ബാലികമാരും മുത്തുകുടകളേന്തിയ വനിതകളും മഹോത്സവ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരുമടക്കം നിരവധി പേർ കലവറ ഘോഷയാത്രയിൽ അണിനിരന്നു. കിനാത്തിൽ ശ്രീ ഉണ്ണികൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര
എടച്ചാക്കൈ മുദ്രക്കോവൽ വഴി മാച്ചിക്കാട് ബളാൽക്കാവ് നാഗദേവസ്ഥാനത്ത് എത്തിച്ചേർന്നു. നാഗദൈവങ്ങളെ ആരാധിച്ചാൽ അവർ മനുഷ്യരെ സംരക്ഷിക്കുമെന്ന വിശ്വാസമാണ് നാഗാരാധനയ്ക്ക് ആധാരം. 3 നൂറ്റാണ്ടുകളിലധികം പഴക്കമുള്ള ബളാൽക്കാവ് നാഗസ്ഥാനത്ത് പാമ്പുമേക്കാട്ട് വല്ലഭൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ കലശ മഹോത്സവം നടക്കുന്നത്. തന്ത്രീശ്വരൻ ബ്രഹ്മശ്രീ കബോധനിലത്ത് കുഞ്ഞിരാമൻ നമ്പൂതിരിയുടെ സാന്നിധ്യവും ചടങ്ങിലുണ്ടാകും. കലശ നാഗപ്രതിഷ്ഠ, നീരുംപാലും, അന്നദാനം എന്നിവയുടെ പ്രതിഷ്ഠാ മഹോത്സവം സമാപിക്കും. മാസ്റ്റേഴ്സ് അഞ്ചനപ്പുഴയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അഞ്ചനപ്പുഴ പാർട്ടി ഓഫീസ് പരിസരത്ത് നടന്ന മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് അംഗം കെ പത്മാക്ഷി ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സാബു എം ദേവസ്യ പരിപാടി വിശദീകരിച്ചു. സി വി ബാലൻ, ശരത് എൻ, ബിജേഷ് പി വി, പി ടി മനോജ്, സുധാകരൻ പി വി, രാഹുൽ ടി വി, അരുൺ മോഹൻ എന്നിവർ സംസാരിച്ചു. കൊളസ്ട്രോൾ പരിശോധന, പ്രമേഹ പരിശോധന, രക്തഗ്രൂപ്പ് നിർണ്ണയം, രക്തസമ്മർദ്ദ പരിശോധന എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൃക്കരിപ്പൂർ ശ്രീ ഒലവരമുണ്ടിക്കാവ് കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായി ക്ഷേത്രത്തിൽ നിലമ്പണി നടന്നു. ഞായറാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച നിലമ്പണിയിൽ നിരവധി പേർ പങ്കെടുത്തു. വിശാലമായ ക്ഷേത്രാങ്കണം വരാനിരിക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി കിളച്ച് തച്ചുറപ്പിക്കുകയും സ്ത്രീകളുടെ നേതൃത്വത്തിൽ ചാണകം മെഴുകി വൃത്തിയാക്കുകയും ചെയ്തു. 2016 മാർച്ച് 5 മുതൽ 10 വരെ 6 ദിവസങ്ങളിലായി നടക്കുന്ന ശ്രീ ഒളവറ മുണ്ടിക്കാവ് കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് നിരവധി പരിപാടികളാണ് സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്രമതിലിനു പുറത്ത് കാവും പരിസരവും ചപ്പുചവറുകൾ നീക്കി വൃത്തിയാക്കി. ക്ഷേത്രം ഭാരവാഹികളും കൂട്ടായിക്കാരും ബാല്യക്കാരും സ്ത്രീകളുമടക്കം നിരവധി ആളുകൾ നിലമ്പണിയിലും ശുചീകരണ പ്രവൃത്തിയിലും പങ്കാളികളായി. സ്വയം തൊഴിൽ സംരംഭമായ ഫ്രണ്ട് ലൈൻ ഡിജിറ്റൽ ഡിസൈൻ ആൻഡ് ക്രിയേറ്റീവ് സർവീസസിന്റെ നൂതന സംരംഭമായ സെൽഫി നോട്ട്ബുക്ക് വിപണിയിലിറക്കി. പയ്യന്നൂർ ജുജു ഇന്റർനാഷണൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. സെൽഫി നോട്ട്ബുക്കിന്റെ ഔപചാരിക ഉദ്ഘാടനം പയ്യന്നൂർ ജുജു ഇന്റർനാഷണൽ വാർഡ് കൌൺസിലർ AK ശ്രീജിയുടെ അധ്യക്ഷതയിൽ പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ നിർവഹിച്ചു. സിനിമാ സീരിയൽ താരം ശ്രീദുർഗ നമ്പി വിശിഷ്ടാതിഥിയായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ മൂരിക്കവൽ ശ്രീനാരായണ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനുള്ള നോട്ട്ബുക്കുകൾ വിതരണം ചെയ്തു. വിജയ് സി സ്വാഗതം ആശംസിച്ചു. TV ചന്ദ്രൻ, TV ശിവശങ്കരൻ, ശ്രീരാമകൃഷ്ണൻ കണ്ണോം, രഞ്ജിത്ത് കൂലേരി എന്നിവർ സംസാരിച്ചു. ഇനി മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. തെരഞ്ഞെടുപ്പിനൊരുങ്ങി പാർട്ടികൾ. പ്രേക്ഷക പ്രതികരണങ്ങൾ. അഞ്ച് വർഷം വളരെ തീവ്രമായ ഒരു അനുഭവമാണ് ജനങ്ങൾക്ക് മൊത്തം ഉണ്ടായിട്ടുള്ളത്. എല്ലാ രംഗത്തും ഉണ്ടായിട്ടുള്ള മുരടിപ്പ്, പിന്നെ വ്യാപാര രംഗത്തുണ്ടായ മുരടിപ്പ്, ക്ഷേമ പ്രവർത്തനങ്ങളുടെ മുരടിപ്പ്, എല്ലാ രംഗത്തുമുണ്ടായ മുരടിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന 5 വർഷക്കാലത്തേക്ക് ജനങ്ങൾ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഒരുക്കമാണ്. ആ നിലയിൽ ജനങ്ങളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് 5 വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കാനും ആ സർക്കാരിനെ നിലനിർത്താനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനം ഈ ജനങ്ങളാകെ തന്നെ തയ്യാറാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. സരിതയും അതിനോടനുബന്ധിച്ച് ഒരുപടി ആക്ഷേപങ്ങളും ഭരണകക്ഷി നടത്തി എന്നുള്ള ഒരുതരം വികാര പ്രകടനങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഭരണകക്ഷി എത്രയോ വികസന പരിപാടികൾ ഈ നാട്ടിനെ കാഴ്ചവെച്ചുകൊണ്ട് എല്ലാ പരിപാടികളും ഉദ്ഘാടനം ചെയ്തുകൊണ്ടും അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള മിക്കവാറും കാര്യങ്ങൾ മദ്യ നിരോധനം, അതേപോലെ തന്നെ നമ്മുടെ കണ്ണൂർ വിമാനത്താവളം, മെട്രോ പദ്ധതികൾ, അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ നമ്മുടെ വിഴിഞ്ഞം പദ്ധതി, ഇതൊക്കെ വികസന പരിപാടികൾ
പറഞ്ഞിരിക്കുന്ന മുഴുവൻ വികസന പരിപാടികളും അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. വികസനമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എതിർ പ്രതിപക്ഷങ്ങൾ ബഹളം കൂട്ടുന്നത് വളരെ കാലമായി ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നുവരെ ഉമ്മൻചാണ്ടി സർക്കാരിനെ യാതൊരു തരത്തിലുള്ളതായ വിഷമപ്പെടുത്തുന്ന തരത്തിലുള്ളതായ ഒരു കാര്യങ്ങളും ചെയ്യുവാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. ഈ ഉമ്മൻചാണ്ടി സർക്കാർ 5 കൊല്ലം തുടർച്ചയായി ഭരിച്ചു എന്നുള്ളത് തന്നെ വളരെയധികം നേട്ടമാണ്. നിരവധിയായ സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഴിമതിക്കെതിരെ ഏറ്റവും മുന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിലും അതുപോലെ വർഗീയ വിഘടനവാദ ശക്തികൾക്കെതിരെയുള്ള പ്രവർത്തനത്തിൻ്റെ മുന്നണി പോരാളികളായി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കുകയാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഈ കേരളത്തിനകത്ത് സുസജ്ജമാണ് എന്ന് ഞാൻ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. ഇല്ല. പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്ര മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി തെളിമയ്ക്ക് തുടക്കമായി. വിവിധ പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ നടത്തുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പി. കരുണാകരൻ MP നിർവഹിച്ചു. വർഗീയ ഫാസിസത്തിനും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ CPIM പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. കാത്തിരിപ്പിന് വിരാമമായി. കണ്ണപുരം റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജ് യാത്രക്കാർക്ക് സമർപ്പിച്ചു. വർണ്ണവിസ്മയം തീർത്ത് KKR വെങ്ങരയുടെ വർണ്ണവിസ്മയം ദ ഗ്രാവിറ്റി. വ്യത്യസ്തവും അപൂർവവുമായ ചിത്രങ്ങളുടെ പ്രദർശനം തിങ്കളാഴ്ച മുതൽ ഗാന്ധി പാർക്കിൽ നടക്കും. പയ്യന്നൂർ ആർട്സ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച ഉത്തര കേരള അമേച്ചൂർ നാടക മത്സരം അരങ്ങ് 2016 സമാപിച്ചു. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.